ഒരു മോട്ടോർ എഞ്ചിനീയറിംഗ് വിസ്മയം തുറന്നു വെച്ചിരിക്കുന്ന എൻഫീൽഡ് ബുള്ളറ്റുകൾ ഒരു ടൈംലെസ് ക്ലാസിക് പോലെ. കാരണം അത് കാഴ്ചയിലും ഗാംഭീര്യത്തിലും ഒരു ബൈക്കല്ല, ഒരു പാറ്റൻ ടാങ്കാണ്. 1950കളിൽ ലോകയുദ്ധത്തിന് ശേഷം അന്ന് യൂറോപ്പിലാകെ രൂപപ്പെട്ട റെട്രോ ക്ലാസിക് കൾച്ചറിന്റെ സന്തതിയാണ്. കാരണം ഇരുചക്ര വാഹനങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ സോളിഡായ രൂപവും നിഷേധിയായ കലാപകാരിയുടെ മുഖവുമുള്ള ഒരെണ്ണം, ഒരേ ഒരു ബുള്ളറ്റ്. ലഡാക്കിലേക്കോ ധനുഷ്കോടിയിലേക്കോ മൂന്നാറിലേക്കോ ഒരു റൈഡ് ആലോചിച്ചാൽ അതിസാഹസികതയിലേക്കുള്ള പാസ്പോർട്ട് പോലെ ഒരു ബ്രാൻഡ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ്. ഓടിക്കുന്നത് എൻഫീൽഡാണെന്നറിഞ്ഞാൽ ഒരല്പം ബഹുമാനം കൂടുതൽ കിട്ടുമെന്ന പോലെ. എൻഫീൽഡ് ഓടിക്കുന്നവരൊക്കെ ഒരു ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് തോന്നാറുണ്ട്. അവർ സാഹസികരായിരിക്കും, ബൈക്ക് ക്ലബിലെ അംഗമാകാം, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരെല്ലധികമുള്ള അല്പം മസ്കുലൻ എനർജി കൂടുതലുള്ള ഇനം, മാച്ചോ ഗണത്തിൽപ്പെട്ടവർ. ആണിൻ്റെ ലുക്കും ഗാംഭീര്യവുമാണെങ്കിലും ജെൻഡർ ന്യൂട്രലാണ് ഇന്ന് എൻഫീൽഡിൻ്റെ പ്രൗഡ് ഓണർമാർ. സ്ത്രീകൾക്കുമുണ്ട് നിരവധി ബുള്ളറ്റ് ക്ലബ്ബുകൾ. സാഹസിക യാത്രയ്ക്ക് ബുള്ളറ്റുമായി ഇറങ്ങുന്ന എത്രയോ പെൺസിംഹങ്ങൾ ഇന്നുണ്ട്. ബുള്ളറ്റ് ഓടിക്കുന്ന ഗേൾസിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഐ ക്യാൻ ഹാൻഡിൽ ദിസ് ആൻഡ് ലൈഫ് എന്ന ഭാവമാണ്. എന്തും നേരിടാനുള്ള ഒരു ചങ്കൂറ്റമുള്ള പോലെ. നോക്കൂ, ഒരു ബ്രാൻഡ് അതിൻ്റെ രൂപം കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന വിധം കണ്ടോ? എന്നെ ഉപയോഗിക്കുന്ന ആളുടെ അല്ലെങ്കിൽ എൻ്റെ ഉടമയുടെ ലക്ഷണം ഇതാണെന്ന് ഒരു മെഷീൻ അതിൻ്റെ ലെഗസി കൊണ്ട് നമ്മളോട് പറയുകയാണ്. ബ്രിട്ടീഷ് പേര്, ഇന്ത്യൻ ആത്മാവ്, ലോകം മുഴുവൻ ഉയരുന്ന ഹുങ്കാരം. അതാണ് ഇന്ത്യയുടെ ബുള്ളറ്റ്.